പ്രവിധ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്. പ്രതി യാസർ സഞ്ചരിച്ച വാഹനമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. KL 57 XA 4289 എന്ന വാഹനത്തിലാണ് ഈ കൊലപാതകത്തിന് ശേഷം യാസർ രക്ഷപ്പെട്ടത്. ഈ വാഹന നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ വ്യാപക പരിശോധനയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വാഹനം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽ അറിയിക്കണമെന്നും പോലീസ് ഔദ്യോഗികമായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ തൊട്ട് മുന്നിൽ നിന്നും നിർത്തിയിട്ടിരുന്ന നിലയിൽ ഈ വാഹനം കാണുകയും അതിനകത്ത് പരിശോധിച്ചപ്പോൾ ഈ പ്രതി അതിൻ്റെ അകത്ത് ഒളിവിൽ കഴിയുന്നതായി കണ്ടെത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അവിടെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പ്രതി ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും താമരശ്ശേരി പോലീസിന് ഈ പ്രതിയെ കൈമാറുക എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്ന് താമരശ്ശേരിയിൽ വെച്ച് യാസർ ഈ കൊലപാതകം നടത്തിയ ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മറ്റൊരിടത്ത്, അതായത് കുറ്റ്യാടിയിൽ ഉൾപ്പെടെ എത്തി ഈ വാഹനത്തിൽ പെട്രോൾ അടിച്ചതായും കണ്ടെത്തിയിരുന്നു. അവിടെ പണം അടയ്ക്കാതെ രക്ഷപ്പെട്ടപ്പോഴാണ് ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് താമരശ്ശേരി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലെത്തിയ ദൃശ്യങ്ങളാണ്. CI സായുജിന്റെ നേതൃത്വത്തിലുള്ള താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സംഘമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇവിടെ നിന്നും ഇനി താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങൾ നടക്കാൻ പോകുന്നത് ഇനി താമരശ്ശേരിയിലായിരിക്കും. ഏതാണ്ട് അരമണിക്കൂർ മുന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നും ഈ വാഹനവും അതോടൊപ്പം തന്നെ യാസറിനെയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മെഡിക്കൽ കോളേജ് പോലീസ് അവിടെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, യാസറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനവും യാസറിനെയും മാറ്റുകയും ചെയ്തത്. എന്താണെങ്കിലും നാടിനെ ഞെട്ടിച്ച കൊലപാതകത്തിലെ പ്രതിയെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നിരവധി നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളുള്ളത് മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ താമരശ്ശേരി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയേക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ഇവിടെ നിന്നും താമരശ്ശേരിയിലേക്ക് പ്രതി യാസറിനെ കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇനി നടപടികൾ മാത്രമാണ്, ഏതാനും നിമിഷങ്ങളുള്ള നടപടികൾ മാത്രമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പ്രതിയെ ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞത് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നിരവധി നാട്ടുകാർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു രോഷപ്രകടനം ഉണ്ടാകാനുള്ള ഉൾപ്പെടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ പോലീസ് സംഘം ഇവരെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ പ്രതിയെ കണ്ടെത്തിയത്. പോലീസിന്റെ പരിശോധന ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഒരേ സമയം പുരോഗമിക്കുമ്പോഴും പ്രതി തൊട്ട് മുന്നിൽ